മൈൻഡ് മെഷീൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഈ ലക്കം മുതൽ മൈൻഡ് മെഷീൻ ചാനൽ അവതരണ രീതിയിൽ ചെറിയ ഒരു മാറ്റം വരുത്തുകയാണ്. കഥ മുൻപെന്ന പോലെ തന്നെ തുടരുകയാണ്. പക്ഷെ മലയാളത്തിൽ ആണെന്നു മാത്രം. കഥകൾ സ്വന്തം മാതൃഭാഷയിൽ കേൾക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നാൽ പിന്നെ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കടക്കാം. പണ്ട് ഭൂമിയിൽ മനുഷ്യരാശി ആദ്യമായി കണ്ണു തുറന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തെ അവർ ഏദൻ തോട്ടം എന്ന് വിളിച്ചു വന്നു. ഭൂമിയിൽ മറ്റെവിടെയും ഇല്ലാത്ത ഈ പറുദീസ് ദൈവം സൃഷ്ടിച്ചത് അങ്ങ് കിഴക്കാണത്രേ. കിഴക്ക് എന്ന് പറഞ്ഞാൽ അതെവിടെയായിരിക്കും? ആ സ്ഥലത്തിന് വല്ല അടയാളവുമുണ്ടോ? എനി ലാൻഡ് മാർക്സ്? ഉണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകത്തിൽ ആ സ്ഥലത്തിന്റെ ഭൂമിശാസ്ത്രത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അതായത് ഏദന് ചുറ്റുമുള്ള സമൃദ്ധമായ പഴത്തോട്ടത്തിന് ജീവൻ നൽകിക്കൊണ്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. ഏദനിലൂടെ കടന്നുപോകുമ്പോൾ ഈ നദി 4 ശക്തമായ ശാഖകളായി പിരിഞ്ഞ് ദേശത്തുടനീളം വ്യാപിക്കുന്നതായും എഴുതിയിട്ടുണ്ട്. ഓഹോ, അപ്പോൾ പിന്നെ ഈ സ്ഥലം എവിടെയെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഈ സ്ഥലം ഭൂമിയിലായതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമില്ല. പക്ഷേ അവിടെയും ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്തു പ്രശ്നം? നമ്മുടെ പഴകിയ ചില വിശ്വാസങ്ങളുണ്ട്. അതിനെ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഒന്ന് വിശദമാക്കാമോ? പണ്ടുമുതലുള്ള വിശ്വാസമനുസരിച്ച് ഏദൻ തോട്ടം സ്ഥിതി ചെയ്തിരുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. മെസപ്പൊട്ടോമിയ എന്ന വാക്കിന്റെ അർത്ഥം ഈ നദികൾക്കിടയിലുള്ള ഭൂമി എന്നാണ്. എന്നാൽ മെസപ്പൊട്ടോമിയയിൽ കഥയിൽ പറയുന്ന രീതിയിലുള്ള 4 നദികൾ ഇല്ല. അവിടെ 2 നദികൾ മാത്രമാണുള്ളത്. ഭൂമിയിലെ അതിശക്തമായ 2 ജലപ്രവാഹങ്ങൾ, യൂഫ്രട്ടീസും ടൈഗ്രീസും. ഫലഭൂയിഷ്ഠമായ സമതലങ്ങളിലേക്ക് ജീവൻ കൊണ്ടുവരുന്ന ഭൂമിയിലെ 2 മഹത്തായ നദികളുടെ നാടാണ്. ഓഹോ, അപ്പോൾ പിന്നെ അങ്ങനെ ഒരു സ്ഥലം ഭൂമിയിൽ ഇല്ലെന്നാണോ? അങ്ങനെയൊരു സ്ഥലം ഇല്ലെന്നല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു സ്ഥലമുണ്ട്. പക്ഷെ അവിടേക്ക് പോകാൻ നമ്മുടെ പഴയ വിശ്വാസത്തിൽ നിന്നും അല്പമൊന്ന് വഴിമാറി സഞ്ചരിക്കേണ്ടി വരും. ലക്ഷ്യത്തിലെത്തുമെങ്കിൽ അല്പം വഴിമാറി സഞ്ചരിച്ചാലും കുഴപ്പമില്ല. എന്നാൽ നമുക്ക് അല്പം വഴിമാറി പോകാം, അല്ലേ? പിന്നെന്താ, പോകാം. ശരി. അങ്ങനെയെങ്കിൽ മഹനീയമായ ചരിത്ര പശ്ചാത്തലമുള്ള ഭാരതത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ 5 മഹാനദികൾ ഗംഭീരമായി കരയിലൂടെ ഒഴുകുന്നു. സിന്ധുവും അതിന്റെ പോഷകനദികളായ നലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എല്ലാം ചേർന്ന ഈ പ്രദേശത്തിന് 5 നദികളുടെ നാട് അഥവാ പഞ്ചാബ് എന്ന പേര് കൈവന്നു. വളരെ കാലം മുമ്പ് ശക്തമായ സാമ്രാജ്യങ്ങളുടെയും മഹത്തായ നഗരങ്ങളുടെയും ഉദയത്തിനു മുമ്പ് ഈ പ്രദേശത്ത് ശ്രദ്ധേയമായ ഒരു നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. സിന്ധുനദീതട സംസ്കാരം എന്ന് നമ്മൾ വിളിക്കുന്ന ലോകത്തിലെ ഏറ്റവും പുരാതനമായ ഒരു സംസ്കാരം അവിടെയാണ് രൂപപ്പെട്ടത്. അത് BC 3000 കാലഘട്ടത്തിലായിരുന്നു. എന്നാൽ കശ്മീരിലെ പുരാതന ഭൂപ്രദേശങ്ങളിലേക്ക് നാം കൂടുതൽ ആഴത്തിൽ കുഴിച്ചാൽ 50,000 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഒരു നാഗരികതയുടെ അടയാളങ്ങൾ അവിടെ നാം കണ്ടെത്തും. ഉൽപ്പത്തി കഥയിലെ ഭൂമിശാസ്ത്രപരമായ അടയാളങ്ങൾ പരിശോധിച്ചാൽ കിഴക്കുള്ള ഏദൻ തോട്ടം എന്ന പറുദീസ ഈ ഭൂമികയിൽ ആകാനാണ് കൂടുതൽ സാധ്യത. നദികൾ ഒഴുകുകയും യുഗങ്ങൾ കടന്നുപോകുകയും ചെയ്യുമെങ്കിലും മനുഷ്യരാശിയുടെ പുതിയ പ്രഭാതത്തിലും ഇത്തരം കഥകൾ ഈ പുരാതന ദേശങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവശേഷിപ്പിക്കുന്നു. വളരെ കാലം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ BC 800കളിൽ പുരാതന ഇന്ത്യയിൽ തക്ഷശില എന്ന പേരിൽ മഹത്തായ ഒരു സർവകലാശാല ഉണ്ടായിരുന്നത്രേ. ഇന്ന് തക്സില എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പ്രദേശം പാകിസ്ഥാനിലെ കറാച്ചിക്കടുത്തായി സ്ഥിതി ചെയ്യുന്നു. വിശ്വസിക്കാൻ പ്രയാസമാണ്, എന്നാൽ ഇത് ഒരു ചരിത്രസത്യമാണ്. ഈ സർവകലാശാല ബാബിലോണിയ, ഗ്രീസ്, സിറിയ, അറേബ്യ, ഫിനീഷ്യ, ചൈന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഇങ്ങോട്ട് ആകർഷിച്ചിരുന്നു. വേദങ്ങൾ, താന്ത്രികം, മാന്ത്രികം, ആയുർവേദം, ജ്യോതിഷം, യുക്തി, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം, രാഷ്ട്രീയം, സംഗീതം, നൃത്തം തുടങ്ങി 68 വ്യത്യസ്ത വിഷയങ്ങളാണ് ഇവിടെ പഠിപ്പിച്ചിരുന്നത്.
ഈ സർവകലാശാലയുടെ പഠനശാലകളിൽ ആധുനിക സംസ്കൃതത്തിന്റെ പിതാവ് പാണിനി, അർത്ഥശാസ്ത്രത്തിന്റെ രചയിതാവ് കൗടില്യൻ, പഞ്ചതന്ത്രകഥകളുടെ രചയിതാവ് വിഷ്ണു ശർമ്മ, ആയുർവേദാചാര്യനായ ചരകൻ എന്നിവർ ഗുരുക്കന്മാരായിരുന്നു. ബിസി 326 അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിൽ അധിനിവേശം നടത്തിയപ്പോൾ തക്ഷശില പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഈ സർവകലാശാല അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചെന്നും ഗ്രീസിലേക്ക് തിരികെ പോകുമ്പോൾ അറിയപ്പെടുന്ന പല ഗുരുക്കന്മാരെയും അദ്ദേഹത്തോടൊപ്പം കൂടെ കൊണ്ടുപോയതായും പറയപ്പെടുന്നു. ബൈബിളിൽ സ്ഥലനാമം വ്യക്തമാക്കാതെ കിഴക്ക് എന്ന പദം പലയിടത്തും പ്രയോഗിച്ചു കാണുന്നുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബ്രിട്ടീഷുകാർ അവരുടെ വ്യാപാര കമ്പനിക്ക് ഈസ്റ്റ് ഇന്ത്യ എന്ന് പേരിട്ടപ്പോൾ ബൈബിളിലെ കിഴക്ക് എന്ന പ്രയോഗത്തിനെ അവർ സാക്ഷീകരിച്ചു. കിഴക്കുമായി ബന്ധിപ്പിക്കുന്ന ബൈബിളിലെ ഏറ്റവും പ്രശസ്തമായ കഥകളിലൊന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷമാണ് കിഴക്ക് നിന്നുമുള്ള ജ്ഞാനികളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത്. ഈ ജ്ഞാനികൾ കിഴക്ക് ആകാശത്ത് ഒരു നക്ഷത്രം കാണുകയും അതിനെ പിന്തുടർന്ന് ജെറുസലേമിലേക്ക് പോവുകയും അവിടെ നവജാതനായ യേശുവിനെ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് കഥ. ഈ ജ്ഞാനികൾ വെറും സാധാരണ സഞ്ചാരികളോ വ്യാപാരികളോ ആയിരുന്നില്ല എന്ന് കഥയിൽ നിന്നും വ്യക്തമാണ്. നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിച്ച് യേശുവിന്റെ ജനന സമയവും സ്ഥലവും കണക്കാക്കാൻ കഴിവുള്ള ജ്യോതിഷികളായിരുന്നു അവർ എന്ന് വ്യക്തം. അക്കാലത്ത് ജ്യോതിഷം ഒരു പ്രധാന പഠന വിഷയമായിരുന്ന മഹത്തായ ഒരു സർവകലാശാലയുടെ ആസ്ഥാനമായിരുന്നു ഇന്ത്യ എന്ന വസ്തുത വിസ്മരിക്കാനാവില്ല. യേശുവിനെ ഒരു അത്ഭുത ശിശുവായി ആദ്യം തിരിച്ചറിഞ്ഞത് കിഴക്കുനിന്നുള്ള ഈ ജ്ഞാനികളാണെന്ന് ബൈബിൾ ഊന്നിപ്പറയുന്നു. സാഹചര്യവശാൽ ഈ 3 ജ്ഞാനികൾ ഇന്ത്യയിൽ നിന്ന് വന്നിരിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. യേശുവിന്റെ ജനനം മുൻകൂട്ടി പ്രവചിച്ച ഒരു പ്രവാചകനും യഹൂദദേശത്ത് ഉണ്ടായില്ല. ആ പ്രവചനം സാധ്യമാക്കിയത് കിഴക്ക് നിന്നുമുള്ള ജ്ഞാനികളാണെന്ന് ബൈബിൾ പറയുന്നു. സൂചനകൾ കൂട്ടിച്ചേർക്കുമ്പോൾ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന കിഴക്ക് ഇന്ത്യ ആണെന്ന് വ്യക്തമാകും. നക്ഷത്രങ്ങൾ വഴികാട്ടിയ വിജ്ഞാനത്താൽ സമ്പന്നമായിരുന്ന മഹത്തായ ദേശം ഭാരതം. നക്ഷത്രങ്ങൾ വഴികാട്ടിയ വിജ്ഞാനത്താൽ സമ്പന്നമായിരുന്ന മഹത്തായ ദേശം ഭാരതം